അപ്പോൾ ഇന്നൊരു അടിപൊളി ഹോം മെയ്ഡ് സാമ്പാർ പൗഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ ആ ഒരു സാമ്പാർ പൊടി ഞാൻ പൊടിച്ചതിന് ശേഷം സാമ്പാർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിവ്യൂ കൂടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതാ നമുക്ക് അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ എടുക്കേണ്ടത് 1 കപ്പ് മല്ലിയാണ് കഴുകി വൃത്തിയാക്കിയത്. 1/2 കപ്പ് ഉഴുന്നുപരിപ്പാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് സാമ്പാർ പരിപ്പാണ്, അതൊരു 1/4 കപ്പ് മതി കേട്ടോ. പിന്നെ അരി എടുക്കണം, അതും ഒരു 1/4 കപ്പ് മതി. പിന്നെ ഉലുവ എടുക്കണം, 1/4 കപ്പിൽ കുറച്ച് താഴെ എടുത്തേച്ചാൽ മതി. പിന്നെ എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം നമുക്ക് കാശ്മീരി ചില്ലി എടുക്കാം. എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് എന്തോരം വേണം എന്നുള്ളത് നിങ്ങളൊന്ന് തീരുമാനിക്കുക. പിന്നെ ദേ കായം എടുക്കേണ്ടത് ഒരു വലിയ പീസാണ്, ഏകദേശം അതൊരു 50 ഗ്രാമോളം ഉണ്ടാകും. എന്നിട്ട് പിന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കായം മാത്രം എടുത്ത് നമ്മൾ മാറ്റി വെക്കും. പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി വേണം കേട്ടോ, അത് മറക്കരുത്, അത് മസ്റ്റായ കാര്യമാണ്. അപ്പം ഈ ഒരു കായം നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷം ഈ കാണുന്ന ഐറ്റംസുകളെല്ലാം കൂടി നമ്മൾ ഒന്ന് നന്നായിട്ട് ഇതാ വറുത്തെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോവരുത് കേട്ടോ, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. എല്ലാം കൂടിയിട്ട് നല്ലോണം വറുത്തെടുത്ത് മാറ്റി നമ്മൾ ചൂടാറാൻ വെക്കണം. അങ്ങനെ അത് ചൂടാറാൻ വെക്കുന്ന സമയം കൊണ്ട് നമ്മളിതാ ഇതേപോലെ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ കായ ഇതേപോലെ ഒന്ന് പൊരിച്ചു കോരിയെടുക്കണം. പൊരിച്ചു കോരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് പൊടിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പതിയായി പോകും. അങ്ങനെതാ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് എല്ലാം ഒരു 3 പ്രാവശ്യമായിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. കായ ഉൾപ്പെടെയാണ് ഇതേ പൊടിച്ചതിൻ്റെ ഒരു ഭംഗിയാണ് ഈ കാണുന്നത്. രണ്ടാമത്തെ പൊടിക്കാനിട്ട സമയത്ത് ലോക്കിടാൻ മറന്നുപോയപ്പോൾ 4 വശത്തും അങ്ങോട്ടായി. അപ്പം എൻ്റെ ചെറിയ മോള് വന്നിട്ട് പറയുകയാണ്, എന്തിനാ ഇത്ര പാട് കഴിക്കുന്നത്, ഒരു സാമ്പാർ പൊടി പുറത്തുനിന്ന് വാങ്ങിച്ചാൽ പോരെയെന്ന്. അങ്ങനെയല്ലല്ലോ, നമുക്കും ഉണ്ടാവില്ല ഒരു സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളൊരാഗ്രഹം. പിന്നെ എനിക്ക് വെളിയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ട് ഭയങ്കര അലർജി പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാമ്പാർ പൊടി പൊടിച്ചെടുത്ത്. അത് മാത്രമല്ല മക്കളെ, ഇത് വറക്കുമ്പോഴും പൊടിക്കുമ്പോഴും ഉണ്ടാവുന്ന സ്മെല്ലെന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര സ്മെല്ലാണ്. ഈ സ്മെല്ല് കാരണമാണ് കേട്ടോ പിറ്റേ ദിവസമായപ്പോൾ ഞാൻ വീട്ടിൽ സാമ്പാറാക്കിയത്. പിറ്റേ ദിവസം വീട്ടിൽ സാമ്പാറും ചീരത്തോരനും അതുപോലെ തന്നെ എന്താ പറയുക പപ്പടം പൊരിച്ചതൊക്കെ ആയിരുന്നു. പക്ഷേ സാമ്പാർ ഒരു രക്ഷയില്ല, അത്രയും സൂപ്പറാണ്. അപ്പം നിങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു സാധനം ടിന്നിലേക്ക് ഇട്ട് വെക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരു ടിന്ന് ആവശ്യത്തിന് ഉപയോഗിക്കാനെടുത്ത് വെളിയിൽ വെക്കുകയും വേണം. പിന്നെ ബാക്കിയുള്ള ഒരു ടിന്ന് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. കാരണം സാമ്പാർ എന്ന് പറഞ്ഞ സാധനം എല്ലാവരും എപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമല്ല. അപ്പം പൊടിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ഇരട്ടിപ്പണി നമ്മൾക്ക് ഉണ്ടാക്കി വെക്കരുത്. അങ്ങനെ അത് ആ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പണിയായിപ്പോൾ ഇത് തൂത്തുവാരി എടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ സാമ്പാർ വെക്കുവാണ്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വേവിച്ചിട്ടുണ്ട്. കടുകും ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കുവാണ്.